ഹലോ, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുൾ ഡേ ഒന്നുമില്ല, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് സമയം. ഇതിപ്പോൾ 7:30 മക്കൾ രണ്ടുപേരും എഴുന്നേറ്റില്ല, നല്ല ഉറക്കമാണ്. രണ്ടുപേരും രണ്ടിടത്ത് കിടന്നുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേക്കാൻ നല്ല ലേറ്റാവും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇവിടെ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ പോയൊന്ന് നോക്കി. കുറേ നാളായി ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട്. അപ്പോൾ കുറേയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കാശ് കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കാശിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടേ. ഒന്ന് ഹായ് പറയുന്നതാണ്, നല്ല മൂഡിലാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്നൊരു മഴയാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു, നല്ല കാറ്റും നല്ല മഴയും ഒക്കെ ആയിട്ട് വെളിയിലിരിക്കാനേ പറ്റും. ഇന്ന് കറി വെക്കാനായിട്ട് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ മഴയത്ത് പോയിട്ട് മീൻ വാങ്ങുന്നതാണ്. ഇവിടെ ഇപ്പോൾ മീനൊന്നും അങ്ങനെ കിട്ടാനില്ലേ, ഉള്ള മീനൊക്കെ ഭയങ്കര വിലയാണ്. ഇത് വങ്കടയാണ് കേട്ടോ വീട്ടിൽ വാങ്ങിയതെന്ന്. മീനൊക്കെ കണ്ടിട്ട് അടുത്ത് ഞാൻ എൻ്റെ പണിയിലോട്ട് പോവാണ് കേട്ടോ. കാശിക്കുട്ടനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു വലിയ പണിയാണ്. കാര്യം രണ്ടുപേരും ബ്രഷ് ചെയ്യാനായിട്ട് അങ്ങനെ അധികം നിൽക്കത്തില്ല. ഇതിപ്പോൾ ക്യാമറ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുന്നതാണ്. പല്ല് തേച്ച് കാപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി രാവിലെ ഒരു വിധവും ഒതുങ്ങും. കാര്യം കുറച്ച് പാടാണ്, രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ കേശു എഴുന്നേറ്റില്ല, അതുകൊണ്ട് തന്നെ കാശിയുടെ അടുത്ത് എനിക്ക് കുറച്ച് സമയം എടുത്ത് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ അവന് കാപ്പി കൊടുക്കുന്നത്. കേശുവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അടിയായിരുന്നു ഇവിടെ. ഉപ്പുമാവായിരുന്നു, രണ്ടുപേർക്കും ഇഷ്ടമാണ് ഉപ്പുമാവ്. അവൻ സ്വന്തമായിട്ടും കഴിക്കാൻ അവന് ഇഷ്ടമാണ്, പക്ഷേ ഇടത് കൈ കൊണ്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും വലത് കൈ കൊണ്ടേ കഴിക്കാവൂ, അതുകൊണ്ട് കഴിക്കരുതെന്ന് പറയുമ്പോൾ മാറ്റും, വീണ്ടും ഇടത് കൈ കൊണ്ട് കഴിക്കും. അപ്പോൾ അത് പയ്യെ അത് മാറ്റാം എന്നാണ് വിചാരിക്കണം. അവർക്ക് കാപ്പിയുടെ കൂടെ എന്നും ചായ രാവിലെ മസ്റ്റാണ്. ചായ കൊടുക്കുന്നത് നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല, കൊടുക്കരുതെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇഷ്ടമാണ് ചായ, എന്നോട് ചോദിച്ച് വാങ്ങും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി കേട്ടോ. അടുക്കളയിലോട്ട് കയറിയപ്പോൾ അമ്മ അവിടെ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടാസ്ക്കാണ് ഈ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് തമിഴ്നാട് സ്റ്റൈലിലിടുന്നു ഈ ഒരു കത്തി, അതിൻ്റെ പേരെനിക്കറിയില്ല. ഈ ഒരു കത്തി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മ വെട്ടുന്നത്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, എല്ലാവരും തന്നെ ചെയ്തോളും. പിന്നെ എനിക്ക് പിള്ളേരെ നോക്കിയാൽ മതി. സത്യത്തിൽ എനിക്ക് പിള്ളേരെ നോക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ കുക്ക് ചെയ്യുന്നതും അടുക്കളയിൽ ജോലി ചെയ്യുന്നതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ഈ മീൻ മുറിക്കാനായിട്ട് അത്രയ്ക്ക് അറിയില്ല, അപ്പം അതുകൊണ്ട് അമ്മയെ കൊണ്ട് മുറിപ്പിച്ചതാണ്. വേണ്ടിയില്ല, എൻ്റെ കേശൂട്ട് എന്നും രാവിലെ ഇങ്ങനെ അലച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുള്ളേ. ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് കരഞ്ഞ് പിണങ്ങിയിട്ട് എണീക്കുള്ളൂ അവൻ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായി. പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് വെളിയിലൊക്കെ പോയി. മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവൻ ചിരിയാണ്, പല്ലും ഫുള്ള് കാണിച്ച് ചിരിച്ചോളും. പിന്നെ നല്ല മൂഡായി കാര്യമൊക്കെ പറഞ്ഞ് മുറ്റത്തോട്ടൊക്കെ നോക്കി നമ്മൾ കുറേ നേരം ഇരുന്ന്. ഇന്ന് അവ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായി കേട്ടോ, അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് ഉറങ്ങി. അടുത്തിനി അവനെയും കൊണ്ട് ബ്രഷ് ചെയ്യാൻ പോകണം, അതും വലിയൊരു ടാസ്ക്കാണ്. പിടിച്ച് സമ്മതിക്കൊന്നുമില്ലെങ്കിലും നമ്മൾ പിടിച്ച് നിർത്തി ഇതുപോലെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. കേശൂട്ടന് ഫുഡ് കൊടുക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയമാവുന്ന കാര്യം. ഒട്ടും കഴിക്കില്ല, അവന് സ്റ്റാർട്ടിങ്ങിൽ വായിൽ വയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കഴിച്ചോളും. പക്ഷേ ആദ്യത്തെ ആ ഒരു വായെന്ന് പറയുമ്പോൾ അത് കഴിപ്പിക്കാനാണ് ഏറ്റവും പാട്. പിന്നെ ചായയൊക്കെ കുടിച്ച് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്, അതും നല്ല രീതിയിൽ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഈ കാപ്പിയൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കുറച്ച് സമയം കളിക്കാനുള്ള സമയമാണ്. രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കളിച്ചോളും. അതിനിടയിൽ അടിയും ഇടിയും ഒത്തുതീർപ്പും എല്ലാം കൂടെ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയം അങ്ങ് പോവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി. കാര്യം നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നതിന് ശേഷം മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയൊന്നുമില്ല. അവൻ്റെ ചെടിയും ബട്ടർഫ്ലൈനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്, അപ്പം ഒരുപാട് ബട്ടർഫ്ലൈസൊക്കെ വരും. അപ്പോൾ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. എനിക്ക് പൂവിനെയൊക്കെ കാണിച്ചു തരികയാണ് പൂവെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.